ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന മോഡ്യൂളിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇവിടെ പഠിക്കുന്നത് ഡിവിഷൻ ബൈ ടി, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി, ഡിവിഷൻ ബൈ ടി. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. അപ്പം ബൈ ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് ടി ബൈ ടിക്ക് എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റൈസ് ടു എ ടി ബൈ ടി. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? 1 മൈനസ് ഇ റൈസ് ടു എ ടിക്ക് കണ്ടുപിടിക്കാം. എൽ ഓഫ് 1 മൈനസ് ഇ റൈസ് ടു എ ടിക്ക് എന്താണ്? അതായത് എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് ഇ റൈസ് ടു എ ടി, ഇതല്ലേ? എൽ ഓഫ് 1 എന്താണ്? 1 ബൈ എസ്. എൽ ഓഫ് ഇ റൈസ് ടു എ ടി എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ഇതിങ്ങനെയാണ് കിടക്കട്ടെ. അടുത്തെന്താണ്? എൽ ഓഫ് 1 മൈനസ് ഇ റൈസ് ടു എ ടി ബൈ ടി എന്താണ്? ബൈ ടി വരുമ്പോ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, ഇപ്പൊ കിട്ടിയ ആൻസർ 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് എ ഡി എസ്. ഇതാണ് ബൈ ടി എന്ന് പറയുമ്പോൾ. ബൈ ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ആ ഫംഗ്ഷൻ ഇൻറ്റു ഡി എസ്. ഇനി എന്താണ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എസ്? ലോഗ് എസ് ആണ്. 1 ബൈ എസിന്റെ ഇന്റഗ്രൽ ലോഗ് എസ് ആണ്. മൈനസ് 1 ബൈ എസ് മൈനസ് എക്ക് എന്താണ്? ലോഗ് എസ് മൈനസ് എ ആണ്. എന്താണ് ലിമിറ്റ്? എസ് ടു ഇൻഫിനിറ്റി. 1 ബൈ എസിന്റെ ഇന്റഗ്രൽ ലോഗ് എസ് ആണ്. 1 ബൈ എസ് മൈനസ് എക്ക് ലോഗ് എസ് മൈനസ് എ ആണ്. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ലോഗ് എസ് ബൈ എസ് മൈനസ് എ എന്ന് എഴുതാം. ലിമിറ്റ് എന്താണ്? എസ് ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് എസ് ബൈ എസ് മൈനസ് എ ബൈ ലോവർ ലിമിറ്റ് എസ് തന്നെ, അപ്പൊ സെയിം ഫംഗ്ഷൻ തന്നെ, ലോഗ് എസ് ബൈ എസ് മൈനസ് എ. ഇവിടെ എങ്ങനെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്? ഡയറക്ട്ലി ലിമിറ്റ് കൊടുത്താൽ എന്താണ്? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻ ഡിറ്റർമിനേറ്റ് ഫോം. അപ്പൊ എന്ത് ചെയ്യണം? ഈ എസിനെ വെട്ടിക്കളയാലോ. അപ്പൊ എന്താണ്? ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ്, ആ എസിനെ വെട്ടിക്കളയാൻ എന്ത് വരും? എസ്, ഇവിടെ ഒരു എസിനെ വെളിയിലാക്കുമ്പോൾ എസ് ഇൻറ്റു 1 മൈനസ് എ ബൈ എസ്. ഇങ്ങനെ ചെയ്യാൻ അറിയാലോ. അപ്പൊ 2 എസും കൂടെ വെട്ടിപ്പോകും. അടുത്തെന്താണ്? ലോഗ് എ ബൈ ലോഗ് എസ് ബൈ എസ് മൈനസ് എ. ഇനി ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എന്താണ്? എ ബൈ ഇൻഫിനിറ്റി. എ ബൈ ഇൻഫിനിറ്റി 0. അപ്പൊ ഇവിടെ ലോഗ് 1 അല്ലേ ഉള്ളൂ. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 1 ആണ്. ലോഗ് 1 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് എ ആണ്. എന്താണ് ലോഗ് 1? ലോഗ് 1 0. 0 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് എ ആണ്. ഈ മൈനസ് മാറ്റാൻ എന്ത് ചെയ്യാം? തിരിച്ചിട്ടാൽ മതി. അതായത് മൈനസ് ലോഗ് എന്ന് പറയും, മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് എ എന്ന് പറയുന്നത് ലോഗ് എസ് മൈനസ് എ ബൈ എസ് ആണ്. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. കണ്ടോ? അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ ടി കണ്ടുപിടിക്കണം. ആദ്യം എന്ത് കണ്ടുപിടിക്കും? എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി കണ്ടുപിടിക്കും. ഇതെന്താണ്? എൽ ഓഫ് സെപ്പറേറ്റ് എടുത്താൽ മതി. എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ബി ടി ആണ്. എന്താണ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി? 1 ബൈ എസ് പ്ലസ് എ ആണ്. മൈനസ് എന്താണ്? എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ബി ടി 1 ബൈ എസ് പ്ലസ് ബി ആണ്. ഇനി എന്താണ്? ബൈ ടി വരുമ്പോ എന്താണ്? എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ ടി. ബൈ ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ആണ്. ബൈ ടി വരുമ്പോ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, ഇതാ കിട്ടിയ ആൻസർ 1 ബൈ എസ് പ്ലസ് എ മൈനസ് 1 ബൈ എസ് പ്ലസ് ബി ഡി എസ്. ഇതല്ലേ? എന്താണ് 1 ബൈ എസ് പ്ലസ് എയുടെ ഇന്റഗ്രൽ? ലോഗ് എസ് പ്ലസ് എ.
എന്താണ് 1/s പ്ലസ് ബിയുടെ ഇന്റഗ്രൽ ലോഗ് എസ് പ്ലസ് ബി. ലിമിറ്റ് ആണ് എസ് ടു ഇൻഫിനിറ്റി. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. ലിമിറ്റ് എന്താണ് എസ് ടു ഇൻഫിനിറ്റി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. മൈനസ് ലോവർ ലിമിറ്റ് എസ് കൊടുക്കുമ്പോഴോ അത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. ഇനി എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റി കൊടുത്താൽ മതിയോ? എന്നാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടത്തെ എസ് വെളിയിലെടുക്കുക, ഇവിടത്തെ എസ് വെളിയിലെടുക്കുക, വെട്ടിക്കളയുക. അപ്പൊ എന്താണ് വരുന്നത്? അതായത് ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് എസ് വെളിയിലാക്കുമ്പോൾ എസ് ഇൻറ്റു 1 പ്ലസ് എ ബൈ എസ്, ഡിനോമിനേറ്ററിലോ എസ് ഇൻറ്റു 1 പ്ലസ് ബി ബൈ എസ്. ഇതല്ലേ എസ് എസ് വെട്ടിക്കളയാം. ഇനി എന്തുണ്ട്? മൈനസ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. ഇതല്ലേ? ഇനി ലിമിറ്റ് കൊടുക്കാം. എസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണ്? എ ബൈ ഇൻഫിനിറ്റി 0, ബി ബൈ ഇൻഫിനിറ്റി 0. അപ്പൊ ഇവിടെ ലോഗ് 1 ഉള്ളൂ. ലോഗ് 1 മൈനസ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. എന്താണ് ലോഗ് 1? ലോഗ് 1 0 ആണ്. 0 മൈനസ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി ആണ്. ഇനി എന്താണ്? ഈ മൈനസ് ലോഗ് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടാ മതിയല്ലോ. ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ ആണ്. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എൽ ഓഫ് സൈൻ 2t ബൈ ടി. ആദ്യം എന്ത് കണ്ടുപിടിക്കും? എൽ ഓഫ് സൈൻ 2t. എന്താണ് എൽ ഓഫ് സൈൻ 2t? 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. ഇനി എന്താണ്? ബൈ ടിക്ക് കണ്ടുപിടിക്കാം. എൽ ഓഫ് സൈൻ 2t ബൈ ടി എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ആണ്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് ആണ്. ആ 2 കോൺസ്റ്റന്റ് ഇല്ലേ? 2 ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് ആണ്. എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ? ഇതിപ്പോ എന്ത് ഫോമിലാണ്? ഇന്റഗ്രൽ 1 ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് പോലെയാണ്. അപ്പൊ എന്താണ് ഫോർമുല? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു 2 വെളിയിലുണ്ട്. 1 ബൈ 2 ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് വരും അല്ലേ? ലിമിറ്റ് എന്താണ്? എസ് ടു ഇൻഫിനിറ്റി 2 വെട്ടിപ്പോകും. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ 2, അതായത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2. എന്താണ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി പൈ ബൈ 2 ആണേ. അപ്പൊ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് കിട്ടും. എന്താണ് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് പറഞ്ഞാൽ? അത് ഓർത്തിരിക്കണം, കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 ആണ്. കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 ആണ് നമ്മുടെ ആൻസർ. അതായത് നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് കോട്ട് ഇൻവേഴ്സ് തീറ്റ എങ്ങനെ എഴുതാം? കോട്ട് ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് തീറ്റ. ഇത് ഓർത്തിരിക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എൽ ഓഫ് കോസ് 2t മൈനസ് കോസ് 3t ബൈ ടി. നമുക്ക് ആദ്യം എൽ ഓഫ് കോസ് 2t മൈനസ് കോസ് 3t ചെയ്യാം. എന്താണ് കോസ് 2tക്ക്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. മൈനസ് എന്താണ് കോസ് 3tക്ക്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. അടുത്തെന്താണ്? ബൈ ടി ചെയ്ത് നോക്കാം. എൽ ഓഫ് കോസ് 2t മൈനസ് കോസ് 3t ബൈ ടി.
ബൈ ടി വരുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഡി എസ്. ഇതിനെങ്ങനെ എഴുതാം? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് എങ്ങനെ ചെയ്യും? ഈ എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഡെറിവേറ്റീവ് ആണ് 2s. അപ്പൊ 2 ഇല്ല. എസ് സ്ക്വയർ പ്ലസ് 4ന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വരുന്നതെങ്കിൽ എന്താണ് ഇന്റഗ്രൽ? ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 അല്ലേ? പക്ഷെ ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4. അതെന്താണ്? ഇതേപോലെ തന്നെ 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 9. അതായത് നമുക്കൊരു ഫോർമുലയുണ്ട്, ഇന്റഗ്രൽ എഫ് ഡാഷ് ടി ബൈ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഇങ്ങനെ വന്നാൽ ലോഗ് എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ ലോഗ് ഓഫ് താഴത്തത് ലോഗ് ഓഫ് എഫ് ഓഫ് ടി. പക്ഷെ ഇവിടെ ഒരു 1/2ന്റെ കുറവുണ്ട്, അതുകൊണ്ട് 1/2 ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് അടുത്ത എന്താണ്? 1/2 ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 9. എന്താണ് 1/2 ലോഗ് എന്ന് പറഞ്ഞാൽ? ലോഗ് റൂട്ട് ആണ്. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ആണ് 1/2 ലോഗ് എന്ന് പറഞ്ഞാൽ. 1/2 ലോഗ് എന്ന് പറയുമ്പോൾ ലോഗ് റൂട്ട് ആണ്, അതും ലോഗ് റൂട്ട്. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി ആണ്. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഒറ്റ റൂട്ട് ഇട്ടാ പോരെ? ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇനി എന്തുണ്ട്? നമ്മുടെ ലിമിറ്റ് ഉണ്ട്, എസ് ടു ഇൻഫിനിറ്റി ലിമിറ്റും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വരും? ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് ലോവർ ലിമിറ്റ് എസ് തന്നെയാണ്. അപ്പൊ ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കണം എങ്ങനെയാണ്? ഡയറക്ട്ലി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോം. അങ്ങനെയല്ല, എസ് സ്ക്വയർ വെളിയിൽ എടുത്ത് വെട്ടിക്കളയാം. അപ്പൊ ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് ആ റൂട്ടിനകത്ത് ഇവിടെ നിന്ന് എസ് സ്ക്വയർ വെളിയിൽ എടുക്കാം. എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയർ. എന്താണ് ഡിനോമിനേറ്റർ? എസ് സ്ക്വയർ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 9 ബൈ എസ് സ്ക്വയർ. അപ്പൊ നമ്മുടെ എസ് സ്ക്വയർ വെട്ടിക്കളയാം. മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഇനി ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? 4 ബൈ ഇൻഫിനിറ്റി 0. അപ്പൊ ലോഗ് 1 ആണ് വരുന്നത്. ലോഗ് 1 എന്താണ്? ലോഗ് 1 0 ആണ്. അപ്പൊ ലോഗ് 1 മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ലോഗ് 1 0 ആണ്. 0 മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഈ മൈനസ് മാറാൻ എന്ത് ചെയ്യും? ലോഗിന് തിരിച്ചിട്ടാ മതി. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എൽ ഓഫ് 1 മൈനസ് കോസ് ടി ബൈ ടി സ്ക്വയർ. ടി സ്ക്വയർ ആണ്. അപ്പൊ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്ത് ചെയ്യാം? എൽ ഓഫ് 1 മൈനസ് കോസ് ടി ചെയ്യാം. എന്താണ് എൽ ഓഫ് 1 മൈനസ് കോസ് ടി? എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് കോസ് ടി ആണ്. എൽ ഓഫ് 1 എന്താണ്? 1 ബൈ എസ്. എന്താണ് കോസ് ടിക്ക്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത് ബൈ ടി ചെയ്ത് നോക്കാം. എൽ ഓഫ് 1 മൈനസ് കോസ് ടി ബൈ ടി. ബൈ ടി വരുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് മൈനസ്
എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഡി എസ്. ഇതാണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എസ്? അത് ലോഗ് എസ് ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1? എസ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ആണ് 2s. പക്ഷെ അവിടെ 2s ഇല്ല. അതുകൊണ്ട് എന്താണ് 1/2 ലോഗ് എന്ന് എഴുതാം. 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 ഡി എസ് ആണ്. അല്ല, എസ് സ്ക്വയർ പ്ലസ് 1 എസ് ടു ഇൻഫിനിറ്റി. നമുക്കൊരു ഫോർമുലയുണ്ട്. എഫ് ഡാഷ് ടി ബൈ എഫ് ഓഫ് ടി ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എഫ് ഓഫ് ടി ആണ്. അതായത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നതെങ്കിൽ, ന്യൂമറേറ്റർ കിടക്കുന്നതെങ്കിൽ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. പക്ഷെ ഇവിടെ ഡെറിവേറ്റീവ് 2s വരും. ഇവിടെ 2ന്റെ കുറവുണ്ട്. അതുകൊണ്ട് 1/2 ലോഗ്. ഇനി എന്താണ് ലോഗ് എസ് മൈനസ് ഹാഫ് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ലോഗ് ലോഗ് റൂട്ട് ആണ്. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി ആണ്. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? എസ് തന്നെയാണ്. അപ്പൊ ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 തന്നെയാണ്. ഇവിടെ എന്താണ്? ഈ എസും ഇവിടെ എസ് സ്ക്വയർ വെളിയിലാക്കി എസ് വെട്ടിക്കളയാം. പിന്നെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണ്? ലിമിറ്റ് എസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് മുകളിലൊരു എസ് ഉണ്ട്. ഇവിടുത്തെ എസ് സ്ക്വയർ വെളിയിൽ വരും. അത് എസ് ആയിട്ടാണ് വെളിയിൽ വരുന്നത്. പിന്നെ എന്താണ്? റൂട്ട് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇതല്ലേ, മൈനസ് ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ എന്താവും? എസും എസും വെട്ടിക്കളയാം. ഇനി ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ലോഗ് 1 ആണ്. അതായത് ലോഗ് 1 മൈനസ് ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1. എന്താണ് ലോഗ് 1? ലോഗ് 1 0. ലോഗ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1. ഇനി എന്താണ്? മൈനസ് ലോഗ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആക്കാൻ തിരിച്ചിട്ടാൽ മതി. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ്. ഇത്രയും കിട്ടി. ഇത്രയും സാധാരണ പ്രൊസീജിയറാണ്. ഇനി എന്താണ്? ബൈ ടി സ്ക്വയർ വേണം. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം അതിന്. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പോർഷനാണ്. ചെയ്യാം. നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്ത് നോക്കാം. നമുക്കിനി വേണ്ടത് എൽ ഓഫ് 1 മൈനസ് കോസ് ടി ബൈ ടി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? ഇതിന്റെ ഒരിക്കൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ, അതായത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എന്താണ്? ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് ഡി എസ്. ഇതാണ്. ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നമുക്ക് അതിനെ ഒരിക്കൽ കൂടെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലോഗ് ആ റൂട്ട് മൊത്തത്തിൽ ഇട്ടാൽ എന്താണ്? മുകളിൽ എസ് സ്ക്വയർ പ്ലസ് 1, താഴെ എന്ത് വരും? ഒരു എസ് സ്ക്വയർ വരും അല്ലേ, ഡി എസ്. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ലോഗിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ഇൻറ്റു 1 ലോഗിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 1 എന്ന് കൊടുക്കും. എന്താണ് ഇന്റഗ്രൽ ബൈ പാർട്സ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫോർമുല. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എസ്. അതിന് ലിമിറ്റ് കൊടുക്കാം എസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇന്റഗ്രൽ ഓഫ് ലിമിറ്റ് എന്താണ്? എസ് ടു ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? ലോഗിന് 1 ബൈ ആണ്. ലോഗിന് 1 ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ. ഇവിടെ ഒരു കാര്യം കൂടെ വേണമായിരുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ലോഗ് റൂട്ട് എന്ന് പറഞ്ഞാൽ? ഹാഫ് ലോഗ് അല്ലേ? അങ്ങനെ അങ്ങ് മാറ്റി എഴുതാം. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലോഗ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു 1 ഡി എസ്. ഇങ്ങനെ കൊടുക്കാം.
അപ്പൊ നമുക്ക് ഹാഫ് വെളിയിലെടുക്കാം. ഇനി എന്താണ് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? ഹാഫ് വെളിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 s, ലിമിറ്റ് അവിടെ കൊടുത്ത് തീർക്കാം, s ടു ഇൻഫിനിറ്റി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗിന് 1 ആണ്, 1/s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ ഇൻറ്റു എന്താണ് ലോഗിന് 1 വീണ്ടും s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അതെന്ത് വരും? കോഷ്യന്റ് റൂൾ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ s സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 2s മൈനസ് ന്യൂമറേറ്റർ s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 2s ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇനി എന്താണ്? അപ്പൊ ഡെറിവേറ്റീവ് എടുത്തതേ ഉള്ളൂ. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? ഒരു എസും കൂടെ വരും, ds. ഇതാണ്. നമുക്കിനി ഇവിടെ ലിമിറ്റ് കൊടുത്തു നോക്കാം. അപ്പൊ എന്താണ് ഇനി നമ്മൾ ഈ ലോഗ് റൂട്ട് ചെയ്യണം. നമ്മൾ ലോഗിന് പകരം എന്ത് കൊടുത്തു? ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് കൊടുത്തു. ഇനി എന്താണ്? ലോഗ് റൂട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് ലോഗ് ആണ്. അപ്പൊ ഹാഫ് ലോഗ് ഇൻറ്റു 1 എന്ന് കൊടുത്തു. ഹാഫിനെ വെളിയിലാക്കി. ഇനി ലോഗ് ഇൻറ്റു 1 എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 s, ലിമിറ്റ് s ടു ഇൻഫിനിറ്റി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 പിന്നെ എന്താണ്? s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയറിന്റെ കോഷ്യന്റ് റൂൾ വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 s. ഇനി എന്ത് വരും? ഇപ്പുറത്തെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് ഇവിടത്തെ s റൈസ് ടു 4ഉം ഒരു എസും കൂടെ വെട്ടിപ്പോയിട്ട് s ക്യൂബ് ആവും. ഇത് തിരിച്ചു വന്നു s സ്ക്വയർ ബൈ. ഇനി ഇതിനൊന്ന് s സ്ക്വയർ വെട്ടിപ്പോയിട്ട് ബാക്കി എന്ത് വരും? ഈ ടേമാണ് നമുക്ക് ബാക്കി വരുന്നത്. ഇത്രയും വരും. ഇനി ഇവിടെ എന്താണ്? ഒരു ഹാഫ് ഉണ്ട്. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ലിമിറ്റ് s ടെൻഡിങ് ടു ഇൻഫിനിറ്റി s ലോഗ് 1 പ്ലസ് 1/s സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? s ലോഗ് 1 പ്ലസ് 1/s സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി എന്ത് വരും? ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/∞ 0 വരും. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം എന്താണ്? 0 ആയിട്ട് പോകും. അടുത്തെന്താണ്? ഈ 1/2 ഇൻറ്റു ഈ ടേം ഉണ്ട്. അപ്പൊ മൈനസ് 1/2. അപ്പൊ മൈനസ് s/2 അല്ലേ? ഒരു s ഉണ്ടല്ലോ. മൈനസ് s/2 ലോഗ് 1 പ്ലസ് 1/s സ്ക്വയർ. ഇനി എന്താണ്? ഈ 1/2ഉം ഇവിടെ ഒരു പ്ലസ് 2 വരും. ഈ 2ഉം ഈ 2ഉം കൂടെ വെട്ടിപ്പോകും. പിന്നെ എന്താണ്? അപ്പൊ ഒരു പ്ലസ് വരും. ഇന്റഗ്രൽ ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1 എന്താണ്? ടാൻ ഇൻവേഴ്സ് s, ലിമിറ്റ് s ടു ഇൻഫിനിറ്റി. ഇതല്ലേ? ഇനി ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? അതായത് മൈനസ് s/2 ലോഗ്, ഇതിനെങ്ങനെ എഴുതാം? ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ, s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ. പിന്നെ എന്താണ്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് യെസ്. എന്താണ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി? π/2 ആണ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ്. ആദ്യത്തെ പോർഷൻ എന്താണ്? മൈനസ് s/2 ലോഗ് s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ. ഇനി എന്താണ്? π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എസ് ആണ്. അപ്പൊ എന്ത് കിട്ടി? മൈനസ് s/2 ലോഗ് s സ്ക്വയർ പ്ലസ് 1/s സ്ക്വയർ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എസ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു.